നീ ആകെ പുകഞ്ഞ് കത്തി നിൽക്കുവാന്ന് എനിക്കറിയാം. എന്നാലേ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ അറിയിച്ചേക്കാം. അത് അത്ര ആശ്വാസമുള്ള ന്യൂസൊന്നുമല്ല. വേനലിൽ വന്നു പെയ്യുന്ന മഴയായിട്ടൊന്നും നീ കരുതണ്ട. ഈ ഫ്ലാഷ് ന്യൂസ് ഒക്കെ പറയാൻ നിങ്ങൾ എന്നു മുതലാ മീഡിയക്കാരിയായത്? അയ്യോ, ഇത് പബ്ലിക് ന്യൂസ് ഒന്നുമല്ല, ഈ കുടുംബത്തിലെ ന്യൂസാ. കോവിലകൻ ന്യൂസ്. നിന്റെ അച്ഛനെ ആ സംയുക്തയുമായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു. ആ എഗ്രിമെന്റിന് ഒരു പുതുമയുണ്ട്. അവര് തമ്മില് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതേ ഈ മനോഹരമായ ഭവനത്തിൽ വെച്ചാ. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ, പത്തി വിടർത്തി ഇതിനകത്ത് കിടന്ന് ആടണ്ട. ഈ വീട്ടിൽ വെച്ച് ആ എഗ്രിമെന്റ് നടക്കില്ല. നടക്കുമല്ലോ. ശ്രീമാൻ പ്രതാപവർമ്മയുടെ തീരുമാനം അത്. പ്രതാപവർമ്മയുടെ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാതെ അവനടങ്ങില്ല. ആ പ്രതാപവർമ്മയുടെ മകളാണ് ഈ ഋതികയെങ്കിൽ ഞാൻ അതിന് പ്രതാപവർമ്മയുടെ മകളല്ലല്ലോ ഋതിക. ഇനിയും മര്യാദക്കേട് പറഞ്ഞ ഇവിടെ വെച്ച് തീർക്കും നിങ്ങളെ ഞാൻ. ഋതു വേണ്ട. നീ എന്തെല്ലാം പറഞ്ഞാലും എത്രയൊക്കെ കടന്ന് കയറ് പൊട്ടിച്ചാലും ആ എഗ്രിമെന്റ് ഇവിടെ വെച്ച് തന്നെ നടക്കും. നിനക്ക് തടയാങ്കി തടയ്. കളി ലൈവായിട്ട് തന്നെ കാണാലോ. ഋതു, ഇപ്പോഴത്തെ സിറ്റുവേഷനില് വേണ്ട. എന്നെ അഡ്വൈസ് ചെയ്യാൻ ആരും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഋതു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും എനിക്കറിയാം. ഹലോ, ഞാനാ ഋതിക മോളെ, സാവിത്രി. എന്താ ചേച്ചി? രുക്മിണി ശ്രീലക്ഷ്മിക്ക് ഭ്രാന്ത് വരാൻ വേണ്ടി ഒരു തരം പൊടി കലക്കി കൊടുത്തില്ലേ? അറിയാം ചേച്ചി. ശ്രീയുടെ അസുഖം വല്യമ്മ മാറ്റുകയും ചെയ്തല്ലോ. രുക്മിണി ആ മയക്കുപൊടി സംഘടിപ്പിച്ച സ്ഥലത്തെ പറ്റി എനിക്ക് ചില ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനതിന്റെ ഉറവിടം തിരക്കി പോവാണ്. അങ്ങനെയാണെങ്കിൽ ചേച്ചി പോയിട്ടോ. അല്ല, ഇച്ചിരി പണച്ചെലവുണ്ടേ. യാത്രാ ചെലവും അവിടെ ദക്ഷിണയും കൊടുക്കണം. അത് ഞാൻ അയച്ചുതരാം. ശരി മോളെ. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു എഗ്രിമെന്റ് നടക്കില്ല. മോളെ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നീ വെറുതെ വഴക്കിനൊന്നും പോവല്ലേ. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലമ്മേ. വിട്ടുകൊടുത്താൽ ശരിയാവില്ല. മോളെ, പ്രതാപേട്ട നിന്റെ അച്ഛനാ, നീ അത് മറക്കല്ലേ. അച്ഛനോടുള്ള വഴക്കും തർക്കത്തിലും ഒന്നും ശരിയല്ല. ഞാൻ എന്റെ അച്ഛൻ ചതിക്കപ്പെടാതിരിക്കാനല്ലേ ഇതെല്ലാം ചെയ്യുന്നേ. അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ട് ഇതിനെ എതിർക്കുന്നത്. ഇതൊക്കെ അംബികയുടെ അഭ്യാസങ്ങളാ. അമ്മ എന്നെ ഈ വീടിനകത്തുനിന്ന് എങ്ങനെ ഓടിക്കണം, ഈ സ്വത്ത് മുഴുവനും കൈക്കലാക്കണം. അതിനുള്ള അഭ്യാസം അത് ഞാൻ സമ്മതിക്കില്ലമ്മേ.